തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ കാട്ടാനക്കൂട്ടങ്ങളുടെ ശല്യം അതിരൂക്ഷം. തിങ്കളാഴ്ച പുലർച്ചെ വാഴാനി ആദിവാസി ഉന്നതികളിലിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ കാട്ടാനക്കൂട്ടങ്ങളുടെ ശല്യം അതിരൂക്ഷം. തിങ്കളാഴ്ച പുലർച്ചെ വാഴാനി ആദിവാസി ഉന്നതിയിൽ ഇറങ്ങിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. ആദിവാസി ഉന്നതിയിലെ പുരുഷന്മാർ പാട്ടകൊട്ടിയും ബഹളം വെച്ചുമാണ് കാട്ടാനകളെ തുരത്തിയത്. വനം വകുപ്പിന്റെ അശ്രദ്ധയാണ് ഇതിന് പ്രധാന കാരണമായി ആദിവാസി ഉന്നതിയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. മലയൻ കോളനി വീട്ടിൽ രാധാമോഹനന്റെ തൊടിയിലെ വാഴയാണ് നശിപ്പിച്ചത്. 2.5 വർഷത്തോളമായി നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്ന വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കാത്തതും സൌര തൂക്കുവേലി നിർമ്മാണം ആരംഭിക്കാത്തതും നാട്ടുകാരെയും കർഷകരെയും ഏറെ ദുരിതത്തിലാക്കുകയാണ്. വാഴാനി IB മുതൽ കാക്കിനിക്കാട് ആദിവാസി ഉന്നതി വരെ തീർത്തിരുന്ന വൈദ്യുത വേലി നശിച്ചതും ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഉന്നതിയിലെത്താൻ കാരണമായതായും നാട്ടുകാർ പറയുന്നു. വാഴാനി വനം സ്റ്റേഷൻ പരിധിയിലാണ് ആനക്കൂട്ടങ്ങൾ കൂടുതലായി ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിലിറങ്ങി നാശം വിതയ്ക്കുന്നത് കൂടുതലായും കാണപ്പെടുന്നത്. വാഴാനി സ്റ്റേഷനിലെ വനപാലകരുടെ അഭാവവും RRT ഇല്ലാത്തതുമാണ് ആനകൾ കൃഷിയിടങ്ങളിലിറങ്ങി വിളകൾ നശിപ്പിക്കുകയും വീടുകളിലേക്കും തൊടികളിലേക്കും അതിക്രമിച്ചെത്തുകയും ചെയ്യുന്നത്. ഇത് കർഷകർക്ക് ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ആദിവാസി ഉന്നതിയിലെ പല വീടുകളും ദുർബലമാണ്. അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ നിർത്തലാക്കിയതും പുതിയ RRT രൂപീകരിക്കാനുള്ള നടപടികൾ വൈകുന്നതും പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്. 11 ലക്ഷം രൂപ മുടക്കി ക്യാബർ വാഹനവും RRTയുടെ പ്രവർത്തനത്തിനായി നൽകിയിരുന്നുവെങ്കിലും വാഴാനി സ്റ്റേഷന്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. കൃഷി വകുപ്പ് മുഖേന അനുവദിച്ച സൌരവേലി നിർമ്മാണ പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടും നാളിതുവരെ ആരംഭിച്ചിട്ടില്ല. വടക്കാഞ്ചേരി മച്ചാട് റേഞ്ചുകളിലായി ഏകദേശം 60 കിലോമീറ്റർ സൌരവേലി നിർമ്മാണത്തിന് 1.38 കോടി രൂപയാണ് കേന്ദ്ര പദ്ധതിയിൽ സാങ്കേതിക അനുമതി ലഭിച്ചത്. സൌരവേലി നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടി പൂർത്തിയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് CCV.